ചിരിച്ചോണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു പടം. സൂപ്പർ മൂവിയാണ്. ഓണം തൂക്കും. മമിത കൂൾ, സൂപ്പർ ഫാമിലി ലാഗ് ഒന്നുമില്ല. നമുക്കിങ്ങനെ കടപ്പെട്ടപ്പെട്ട നമ്മുടെ പടം പോണത്. എൻ്റെ പൊന്നിയേട്ടാ കൈയടിക്കച്ചിരിക്കുക ഒമ്മാതിരി പടം. നീമ്പുള്ളിയുടെ ഇങ്ങനത്തെ പടത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നില്ല. ഓണം കൊണ്ടുപോയി മോനെ. നീമ്പുള്ളി ഇടിച്ചു ഹിറ്റ്. ഇത് കോടി കളക്ഷനിൽ പോവും. ഇനി ഫാമിലീസ് ഇടിച്ച് കയറും. തിയേറ്ററുകളിൽ ഫാമിലീസിന്റെ പൂര പെരുമഴയായിരിക്കും. നിവിൻ പോളി എടുത്തു ഓണം. ഒന്നും പറയാനില്ല, ഓണം കൊണ്ടുപോയി. ഇനിയിപ്പോ ഓണം കപ്പിന് ആരും മോഹിക്കണ്ട, നിവിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മളെ നിവിൻ പോളിയുടെ പൊളിച്ചടുക്കി ചിരിച്ചിട്ട് കണ്ണീരൊക്കെ വെള്ളം ചാടി. ഇപ്രാവശ്യം എന്തായാലും ഞാൻ പറയുന്നില്ല, കിടക്കാഴ്ചയായി. സൂപ്പർ ഡൂപ്പർ. ഇപ്രാവശ്യം തൂക്കി, ഓണം തൂക്കി. ഒന്നും പറയാം, കിടില മൂവി കേട്ടോ. നല്ല രസം കണ്ടോണ്ടിരിക്കാൻ, ഭയങ്കര എന്റർടൈൻമെന്റ്. നല്ലൊരു മൂവി എന്ന് വെച്ചാൽ പ്രേമലൊക്കെ പോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു പടം. കിടിലം പടം, അടിപൊളി. പടം തൂക്കി. നിവിൻ ഓണം തൂക്കി, അതേ പറയാനുള്ളൂ. ഓക്കെ, അടിപൊളി. ഫാമിലി വരുന്ന ഉറപ്പുള്ള കാരണം എനിക്കൊന്ന് പ്രേമലുവിൻ്റെ എത്ര തന്നെ ഹിറ്റാവും. അതിന് മുകളിൽ വന്നാലേ ഉള്ളൂ കേട്ടോ. അടിപൊളി പടം. ഇത് അടുത്തൊരു ബമ്പർ ഹിറ്റ്, കോടി കളക്ഷൻ വരും. അത്ര ഫാമിലി ലവ് സെറ്റാണ്. നമുക്ക് ഒരു ബോറടിയില്ല. നല്ല ചിരിച്ച് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടം. അടിപൊളി. ഫസ്റ്റ് ഹാഫ് വരെ ചിരിച്ചൊരു രക്ഷയില്ല. ഇതുവരെ സൂപ്പർ. അമ്മാതിരി നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എല്ലാ ക്യാരക്ടറും കിടില്ല. ഫാമിലിക്ക് സൂപ്പറാ. അടിപൊളിയായിട്ട് കാണാം. ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ലാഗ് ഒന്നുമില്ല. നമുക്കിങ്ങനെ കടപ്പെട്ടപ്പെട്ട നമ്മുടെ പടം പോണത്. അടിപൊളി. തൂക്കും. ഒന്നും പറയാനില്ല, ഓണം കൊണ്ടുപോയി. ഇനിയിപ്പോ ഓണം കപ്പിന് ആരും മോഹിക്കണ്ട, നിവിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാമായിരുന്നത് നിവിൻ്റെ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന സംഭവമാണ്. പിന്നെ നിവിന് ഈ ഒരു ജനറേഷനിൽ നിവിൻ്റെ ഒരു മാനറിസത്തിന് പറ്റിയ ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഷേഡി. പിന്നെ പക്ഷേ ഇവരുടെ ഒരു പ്രായ വ്യത്യാസം, ആളൊരു ന്യൂജൻ പടങ്ങൾ എടുക്കുന്ന ആളാണ്. അതിലേക്ക് എങ്ങനെ നിവിൻ പോളി വരും, അങ്ങനെ ഒരു സ്ക്രിപ്റ്റിനാണ് അവർ കാത്തിരുന്നതെന്ന് തോന്നുന്നു. അത് ഈ കറക്റ്റ് സമയത്ത് സംഭവിച്ചു. ഒരു ഡൾ മൊമെൻ്റ് ഇല്ല ഈ സിനിമയിൽ. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഓർഗാനിക്കും വളരെ നാച്ചുറലായിട്ട് ഗിരീഷ് ഷേഡിയുടെ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ നിവിൻ്റെ മാനറിസം ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് തിയേറ്ററിനകത്ത് ഫാമിലി ആയിട്ട് കണ്ടിരിക്കുന്ന ക്ലീൻ ആയിട്ടുള്ള ഫാമിലി എൻ്റർടൈനർ. നിവിൻ മമിത പെയർ ഒരു രക്ഷയില്ല. ഭയങ്കര എന്തോ ഒരു ഗംഭീര കെമിസ്ട്രി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൗണ്ടറുകളെല്ലാം വർക്കാവുന്നുണ്ട്. സംഗീതം മുതൽ അങ്ങോട്ട് എല്ലാവരും പെർഫോമൻസ് കൊണ്ട് അഴിഞ്ഞാടിയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗംഭീരമായിട്ടുള്ള തിയേറ്റർ ഓരോ സീനിനും കയ്യടിയും ചിയറിങ്ങും ആയിരുന്നു. അത്ര ഇൻവോൾവ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കഥയും കൂടി.